നമസ്കാരം. ദ ലൈഫ് ഓഫ് ദ പ്രോഫറ്റ് സാമുവൽ ആൻഡ് ഇറ്റ്സ് റിലവൻസ് ടുഡേ എന്ന സബ് ടൈറ്റിലോട് കൂടിയ ഒരു പുസ്തകത്തിൻ്റെ പേര് ദ സീർ എന്നാണ്. അതിൽ ശമൂവേൽ പ്രവാചകന്റെ ജനനത്തിന് മുമ്പ് മാതാവ് ഹന്നയുടെ പ്രാർത്ഥനകളെ കുറിച്ചുള്ള വിചാരങ്ങൾ ധാരാളമുണ്ട്. എൽക്കാന എന്ന പുരുഷന്റെ 2 ഭാര്യമാരിൽ ഒരുവളാണ് ഹന്ന. പെനീന എന്ന മറ്റേ ഭാര്യയിൽ അയാൾക്ക് മക്കളുണ്ട്. എന്നാൽ മക്കളില്ലാത്തതും കൂടെ പാർക്കുന്നവളുടെ കുത്തുവാക്കുകളും കൊണ്ട് അത്യന്തം നിരാശയിലൂടെ കടന്നുപോകുന്ന ഹന്നയെ വർണ്ണിച്ചുകൊണ്ടാണ് സാമുവേലിന്റെ 1-ാം പുസ്തകം തുടങ്ങുന്നത്. ഹന്ന വാസ് ബ്രോക്കൺ ഹാർട്ടഡ് ആൻഡ് വെപ്റ്റ് ആൻഡ് ഡിഡ് നോട്ട് ഈറ്റ് എന്നാണ് വചനം. Hannah's despondency and weeping were linked with fasting and prayer എന്നാണ് ഈ പുസ്തകം പറയുന്നത്. 10 പുത്രന്മാരെക്കാൾ ഞാൻ നിനക്ക് നല്ലതല്ലയോ എന്ന് പറഞ്ഞ് അവളുടെ സങ്കടത്തിൽ അവളെ ചേർത്ത് പിടിച്ച് ആഹാരം നൽകുന്ന അവളുടെ ഭർത്താവിന്റെ സാന്നിധ്യവും ഇതിനിടയിലെ ഒരു സുന്ദര ചിത്രമാണ്. അവൾ വീണ്ടും ദേവാലയത്തിലേക്ക് പോയി പ്രാർത്ഥിക്കുന്നു. ഹന്നയുടെ ഈ പ്രാർത്ഥനയ്ക്ക് ചില പ്രത്യേകതകളുണ്ടെന്ന് ഈ പുസ്തകം സൂചിപ്പിക്കുന്നു. ഒന്നാമത്, ആഹാരം കഴിച്ച ശേഷം അവൾ സാധാരണ ചെയ്യുന്നത് പോലെ റിലാക്സ് ചെയ്യുകയല്ല, ഉടനെ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുകയാണ്. അലസത ഉണ്ടാക്കും വിധം അവൾ അതിഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല എന്ന ഈ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ഈ നോമ്പ് കാലത്ത് നാമും ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്, ദേവാലയ വാതിൽക്കലിരിക്കുന്ന ഏലി പുരോഹിതന്റെ സാന്നിധ്യം അറിയാത്ത വിധം അത്രമേൽ ഏകാഗ്രമായിരുന്നു അവളുടെ പ്രാർത്ഥന. ഒരു സൂഫി കഥയിൽ പറയുന്നത് പോലെ, കാണാതെ പോയ ആട്ടിൻകുട്ടിക്ക് വേണ്ടി ഓടുന്ന ഒരു വനിത പാതയോരത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പുരോഹിതന്റെ മേൽ അറിയാതെ തട്ടുകയാണ്. അയാൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. നീ ശ്രദ്ധയില്ലാതെയാണ് ഓടുന്നത്. അപ്പോൾ അവൾ പറയുന്ന ഒരു ചോദ്യമുണ്ട്. എന്റെ ആട്ടിൻകുട്ടിയോടുള്ള സ്നേഹത്തെക്കാൾ കുറവായിരുന്നു അങ്ങേക്ക് ദൈവത്തെ തേടുന്നതിനുള്ള ശ്രദ്ധയും സ്നേഹവും. ഹന്നയുടെ പ്രാർത്ഥനയിൽ 3-ാമത്തെ പ്രത്യേകത കണ്ണുനീരോടും മനോവേദനയോടും കൂടാണ് അവൾ പ്രാർത്ഥിച്ചത് എന്നാണ്. 4-ാമത്, തനിക്ക് വേണ്ടിയല്ല, ദൈവത്തിന് നൽകുവാനുള്ള മകന് വേണ്ടിയാണ് അവൾ പ്രാർത്ഥിച്ചത്. ഒട്ടും സ്വാർത്ഥമല്ല അവളുടെ ആവശ്യമെന്ന് അത് സൂചിപ്പിക്കുന്നുണ്ട്. അവസാനമായി, അവളുടെ പ്രാർത്ഥന കേവലം അധര വ്യായാമമായിരുന്നില്ല, മറിച്ച് ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ടാണ്. ഒരജ്ഞാവിന്റെ കുറിപ്പ് ഇങ്ങനെയുണ്ട്: Why do we close our eyes when we pray, when we cry, when we kiss, when we dream? Because the most beautiful things in our life are not seen but felt only by the heart. പ്രാർത്ഥനയുടെ ഈ ലാവണ്യ ദൂരങ്ങളിലൂടെയുള്ള ഹന്നയുടെ സഞ്ചാരം അവളുടെ പ്രാർത്ഥനയ്ക്ക് ശരിയായ ഉത്തരം നൽകിയതായി തിരുവചനം സാക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയരെ, നമുക്കും പ്രാർത്ഥിക്കാൻ പഠിക്കാം. നമസ്കാരം.